ഹായ് മൈ ഹീറോസ്. ഇന്ന് രാവിലെ തന്നെ കറണ്ടൊക്കെ പോയി ആകെ ചൂടെടുത്ത് വഷളായിട്ടാണ് എണീക്കണത്. പിന്നെ എന്ത് ചെയ്യണം, കറണ്ടും ഇല്ല, ഫോണിൽ ചാർജും ഇല്ല, നെറ്റും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടു, കാരണം ഒട്ടും ചാർജ് ഉണ്ടായില്ല ഫോണിൽ. 9 മണിക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു, ഇനി ഇപ്പോഴെങ്കിലും വരില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നോക്കിയാൽ മതിയേ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും വരില്ല എന്ന്. പക്ഷേ വന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ബബിൾ റാപ്പൊക്കെ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു ഇന്നത്തെ പരിപാടി. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബോക്സൊക്കെ എടുത്തു, പക്ഷേ ചൂടെടുത്തിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ ഇതൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പറയാൻ പേടിയെന്ന് പറയാൻ പറ്റില്ല. അനുവാദമുണ്ട് എന്നാൽ അനുവാദമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും വെജിറ്റേറിയൻസ് ആണ്, നോൺ വെജ് കഴിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ഇതേ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ നോൺ വെജ് അലൗഡ് അല്ല. പക്ഷേ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെ അറിയിക്കാണ്ട് ഉണ്ടാക്കി കഴിച്ചോന്ന്, അതായത് അവരുടെ വീട്ടുകാരെ അറിയിക്കാണ്ട് ഉണ്ടാക്കി കഴിച്ചോന്ന്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സാധനം മേടിച്ചു, ഉണ്ടാക്കി. കാരണം ഇവിടെ എപ്പോഴും പച്ചക്കറി കഴിക്കണം, ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കഴിക്കാൻ ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ഉണ്ടാക്കി കഴിച്ച വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈ ദ വേ, നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ഒരു റെഡ് ബോക്സ് ഉണ്ടല്ലോ, ആ റെഡ് ബോക്സിൽ ഞാൻ ഓൾറെഡി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ ആഴ്ച ഫ്രോട്ട്സ് മീനാണ്. അപ്പോൾ ഞാനത് ഫ്രീസറിലെടുത്ത് വെച്ചേക്കുമായിരുന്നു ബാക്കിയുള്ളത്. അതിന് കാരണം ഞാൻ കാക്കിലാണ് മേടിച്ചെങ്കിലും അത് വന്നപ്പോൾ 500 ഗ്രാമിൻ്റെ വന്നത്. ഞാൻ ആകെ പെട്ട അവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ പാനിക്കായി ഞാൻ. അതെന്ത് ചെയ്യണം, കളയാൻ പറ്റില്ലല്ലോ, വേസ്റ്റ് ബിന്നിലിട്ട ആളുകൾ അറിയും. അതും ചാളയായിരുന്നു ഗൈസ്, കൊടുക്കത്ത പണം. ആകെ പെട്ടുപോയി. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ അത് ഡിസ്പോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറേ നാളായി നാടൻ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. ആരും ഞെട്ടുണ്ട്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലേറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ആക്രാന്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.